Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. കഴിഞ്ഞ വീക്കൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു 6 and 7? കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പഠിപ്പിച്ച പാഠഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ? എഴുതാൻ പറ്റി? ഈസി ആയിരുന്നോ? എഴുതാൻ പറ്റി. എഴുതാൻ പറ്റി? അതെ മിസ്. കുഴപ്പമുണ്ടായിരുന്നില്ല അല്ലേ? ആരെങ്കിലും ഒരു പ്രയർ ചെയ്യൂ കേട്ടോ. റിസൾട്ട് എന്ന് വരുന്ന എനിക്ക് അറിയില്ല കേട്ടോ. അത് നിങ്ങളെ അറിയിക്കും എന്തായാലും. അതിന്റെ ഇൻഫോർമേഷൻ ഒന്നും അറിയില്ല. ഒരു പ്രയർ ചെയ്യൂ ആരെങ്കിലും ഒരാള്. പ്രയർ ചെയ്യാൻ ആളില്ലല്ലേ? ഞാൻ ചെയ്യാം മാം. ഓക്കെ. രസ്ന ചെയ്തോ? ചുമയുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, set from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, sent from the Savior above. Okay, thank you, ma'am. ഓക്കെ. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്റ്റാറ്റസ് ഞാൻ കണ്ടായിരുന്നു, ഫോട്ടോ കണ്ടായിരുന്നു ഒന്ന്. തമന്ന ആൻഡ് രസ്ന. ജോയിൻ ആയിട്ട് 2 months ആയി മാം. ഞാൻ ജൂണിൽ ജോയിൻ ചെയ്തു. നേരത്തെ ജോയിൻ ആയി മാം. ഇപ്പോഴാണ് പക്ഷെ അറിഞ്ഞത് ഇങ്ങനെ ഇടുന്നുണ്ടെന്നേ. അറിഞ്ഞതല്ലേ? എന്തായാലും ഫോട്ടോ കാണാൻ സാധിച്ചു. നമ്മൾക്ക് ഇവിടെ ഇരിക്കുമ്പോഴേ നിങ്ങളുടെ ഫേസ് അറിയില്ലല്ലോ എങ്ങനെയാണെന്ന്. വീഡിയോ ഇടയ്ക്കല്ലേ ഓൺ ആക്കുള്ളൂ, അപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നില്ല എങ്ങനെയാണെന്ന്. അപ്പൊ ഇന്ന് ശരിക്കും ഫോട്ടോ കണ്ടു. മിസ്, ഇടയിൽ കയറുന്നതിൽ ക്ഷമിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ഡിപ്ലോമ എക്സാമിന്റെ റിസൾട്ട് എപ്പോഴാ വരിക? അത് എനിക്കറിയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഓഫീസിൽ നിന്നാണ് ഇൻഫോർമേഷൻ വരുന്നത് എപ്പോഴാണെന്ന്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഓഫീസ് മുഖാന്തരമാണ്. മിസ് ഒന്നും കൂടെ, വൈവ കൺഫേം ആയോ? വൈവ MT6 വൈവ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ എന്തെങ്കിലും വന്നായിരുന്നോ? ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഇൻഫോർമേഷൻ വരുമോ? മെമോ വരുമോ? നിങ്ങൾക്ക് വരുമല്ലോ. നിങ്ങൾ എന്തോ ഡേറ്റ് കൂട്ടി ചോദിച്ചായിരുന്നോ? ചോദിച്ചു മിസ്സേ. കുറച്ചും കൂടെ ചെയ്യാനുണ്ടെന്നല്ല, റെക്കോർഡ് തന്നെ. നമ്മുടെ ഈ ഫോർത്ത് റെക്കോർഡും ഫിഫ്ത് റെക്കോർഡ് ഇപ്പോഴാണ് പറഞ്ഞത്. അതിന്റെ മറ്റേ നമ്മുടെ അപ്പാരറ്റസിന്റെ ഒക്കെ ആ ഒരു പിക്ചറൊക്കെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. പിന്നെ കുറച്ചൊന്നും കിട്ടാനില്ല. അതായത് നമ്മൾ തേർഡ് റെക്കോർഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അത്ര വലുതൊന്നുമില്ല. കുറച്ചൊക്കെ ചെയ്തിട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ ടൈം ചോദിച്ചതെന്താന്ന് വെച്ചാൽ ഈ ഓഗസ്റ്റിലല്ലേ തുടങ്ങിയത്. August 29th ഡിപ്ലോമ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ അതുകൊണ്ടാണ് കുറച്ച് സമയം കൂടെ നീട്ടി തരുമോ എന്ന് ചോദിച്ചത്. ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാം ഒന്ന് റിക്വസ്റ്റ് ചെയ്യോ പ്ലീസ്?
ഞാൻ ഇവിടെ കേട്ടു, ഇംഗ്ലീഷ് ടീച്ചർ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ ആ ബാച്ചിൽ ഇല്ലല്ലോ, നിങ്ങളുടെ ഡിപ്ലോമയുടെ ബാച്ചിൽ ഇല്ലല്ലോ. അത് ഓഫീസില് മാഡം ആണ് തീരുമാനിക്കുന്നതൊക്കെ. എത്രയും പെട്ടെന്ന് വൈവ നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ ആ ലാഗ് ഉണ്ടാകും. അതുകൊണ്ടാണ് പെട്ടെന്ന് തീർക്കുന്നത്. അല്ല മിസ്സേ, ഇപ്പൊ 29th തുടങ്ങിയത്. ജസ്റ്റ് ഒരു 1 വീക്കും കൂടെ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ. അതായത് ഇപ്പോ വന്നിട്ട് ഇന്ന് വ്യാഴം, അടുത്ത വ്യാഴത്തിന് അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീക്കും കൂടെ ഒന്ന് ജസ്റ്റ് പ്ലീസ് റിക്വസ്റ്റ് ചെയ്യുന്ന, ഇത്രയും താഴ്ന്ന് റിക്വസ്റ്റ് ചെയ്യാൻ എങ്ങനെയാ ഞങ്ങൾക്ക് കാല് പിടിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ജിഷാ മിസ്സിനോട് ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. ഓക്കെ, ഞാൻ ആ ബാച്ചിൽ ഇല്ലാത്തോണ്ടാണ്. ജിഷാ മിസ്സിനോടൊന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, അപ്പൊ മിസ് എന്താണ് പറയുന്നത്? എനിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അതൊക്കെ ഓഫീസില് ഇതാണ്, മാഡം ആണ് തീരുമാനിക്കുന്നത്. അതൊക്കെ എപ്പോഴാണ് വൈവ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെ പറഞ്ഞു നോക്കൂ കേട്ടോ. കഴിവതും കംപ്ലീറ്റ് എന്ന് പറഞ്ഞാല് മാക്സിമം ചെയ്യാൻ പറ്റാത്തത് ചെയ്യൂ. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. ഇപ്പൊ ഡേറ്റ് പെട്ടെന്ന് തന്നെ തരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഓക്കെ. നമ്മള് വിഡ്രോവൽ രജിസ്റ്റർ പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലേ? വിഡ്രോവൽ രജിസ്റ്റർ. ഓക്കെ, ഇന്ന് ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കും കേട്ടോ. മാം 13 എന്താണ്? കുറച്ചും കൂടെ മുന്നോട്ട് എടുത്തില്ലായിരുന്നോ? ഡാറ്റ എൻട്രി ഓഫ് സ്റ്റുഡൻസ് റെക്കോർഡ്സ് പേജ് നമ്പർ 61 ഡാറ്റ എൻട്രി ഓഫ് സ്റ്റുഡൻസ് റെക്കോർഡ്സ് ഇൻ കമ്പ്യൂട്ടർ. അതുവരെ എടുത്തില്ലേ? ഫോർമാറ്റ് കമ്പ്യൂട്ടറിന്റെ ഉപയോഗം പറഞ്ഞായിരുന്നോ? ഓർമ്മയില്ല എനിക്ക്. അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ അവിടെ വരെ പറഞ്ഞിരുന്നു അല്ലേ? ഫോർമാറ്റ് ഓഫ് ദ സർട്ടിഫിക്കറ്റ്സ് വരെ എടുത്തു. ഫോർമാറ്റ് ഓഫ് ദ സർട്ടിഫിക്കറ്റ്സ് അല്ലേ? ഓക്കെ, അപ്പൊ അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഒന്നും കൂടി പറയണ്ടല്ലോ. കമ്പ്യൂട്ടറിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എല്ലാ സ്കൂളുകളിലും ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മള് ബുക്കുകളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു നിശ്ചിത ഫോർമാറ്റിൽ കമ്പ്യൂട്ടർ ഡീറ്റെയിൽസ് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും സാധിക്കും. തപ്പിത്തെരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഞാനത് പറഞ്ഞായിരുന്നു അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് ദി സ്റ്റുഡൻസ്. അതായത് എത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വെക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് കളക്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യത്തേതാണ് അഡ്മിഷൻ ഓഫ് ദി സ്റ്റുഡൻസ്. അതൊന്ന് വായിക്കൂ കേട്ടോ. ഞാൻ ചോദിക്കുന്ന ആള് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണം. എളുപ്പമല്ലേ ഇത് പറയാനായിട്ട്? പാടൊന്നുമില്ലല്ലോ. അറിയാവുന്ന സ്കൂളിൽ, പ്രത്യേകിച്ചും സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അവര് പറയാ കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാവുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. റീഡ് ചെയ്യൂ കേട്ടോ.
രസ്ന റീഡ് ചെയ്തായിരുന്നോ? ആ മാം റീഡ് ചെയ്തു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ മാം. അതായത് നമ്മൾ ഒരു കുട്ടീനെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മളൊരു അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന അഡ്മിഷൻ ഫോം എങ്ങനെയായിരിക്കണം ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആ കുട്ടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ആ ഫോമിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളൊരു കുട്ടീനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു എൻറോൾമെന്റ് നമ്പർ കൂടെ ആ കുട്ടിയുടെ കൂടെ നമുക്ക് എൻറോൾ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു കുട്ടിയെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫയൽ, ഒരു ഒറ്റയ്ക്കുള്ള ഒരു ഫയൽ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. കാരണം ആ കുട്ടി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്ന് പോകുന്നത് വരെയുള്ള ഡീറ്റെയിൽസ് മൊത്തം ഒരു ഫയൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയല്ലേ മാം? ഓക്കെ. അതായത് ഈ അഡ്മിഷൻ ഓഫ് ദി സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നതെന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ ഒരു സ്റ്റുഡന്റിനെ നമ്മൾ ചേർക്കുമ്പോൾ അവിടെ നമ്മൾ അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലെ? ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ? കൊടുക്കണം അല്ലെ? അപ്പൊ ഈ അഡ്മിഷൻ ഫോം ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ വഴിയാണ്. ഓക്കെ, കമ്പ്യൂട്ടറിൽ വഴി നമ്മളത് ഡിസൈൻ ചെയ്ത ശേഷം അതിൽ നിന്ന് പ്രിന്റ് എടുത്തിട്ടാണ് എന്ത് കൊടുക്കുക, കുട്ടികൾക്ക് അത് ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ദെൻ ഈ അഡ്മിഷൻ ഫോം എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിന്റെ, അതായത് കമ്പ്യൂട്ടറിൽ നമ്മളിത് കമ്പ്യൂട്ടറിലേക്കുള്ള ഡാറ്റ എൻട്രിക്ക് അനുയോജ്യമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് ആ കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു നിശ്ചിത ഫോർമാറ്റ് കൊടുത്ത് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ നമ്മളിത് രൂപകൽപ്പന ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ പ്രിന്റ് എടുത്തിട്ട് ഇപ്പൊ അഡ്മിഷന് വരുന്ന ഓരോ കുട്ടികൾക്കുമായിട്ട് അത് നമ്മൾ വിതരണം ചെയ്യുന്നു. അതിനനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, അതിനകത്ത് ഫില്ല് ചെയ്യും. അപ്പോ ഈ ഫോം വഴി ഒരു സ്റ്റുഡൻസിന്റെ എല്ലാത്തരം ഡീറ്റെയിൽസും എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളോ കോളേജോ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോം കൊടുത്തു കഴിയുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ആ ഫോമിൽ ഉണ്ടാവുക, ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതുക, ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു കോളേജിൽ ചേരാനായിട്ട് ഒരു സ്റ്റുഡന്റ് ചെല്ലുവാണെന്ന് വിചാരിക്കുക, ആദ്യം ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? നെയിം, പാരന്റ്സിന്റെ നെയിം, ബർത്ത്, പ്ലേസ്, ഫോൺ നമ്പർ, എവിടുന്നാ പഠിച്ചിട്ട് ഇറങ്ങിയെന്നുള്ളത്, പഠിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാണും, നേരത്തെ പഠിച്ചിട്ടുള്ള. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് PG ക്ലാസ്സിൽ അസൈൻമെന്റ് തന്നിട്ടുണ്ടോ ആരെങ്കിലും? ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നിട്ടുണ്ടോ? നോക്കണം, നേരത്തെ നമ്മുടെ ക്ലാസ് സ്റ്റോപ്പ് കഴിഞ്ഞത്. PG-യിലാണ് തന്നിരുന്നത്. ഫസ്റ്റ് PG-യിൽ 2 അസൈൻമെന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അത് പറയാം. നിങ്ങള് പറഞ്ഞു ഫാത്തിമ പറയൂ. മിസ് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു, മറ്റേ മാനേജ്മെന്റ് ആസ് ആർട്ട് സയൻസ് ഡിസിപ്ലിൻ അതില്ലേ, അതിന്റെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ഞാനിപ്പോ ഒരു അസൈൻമെന്റ് തരാം. നിങ്ങള് ഈ ഒരു അഡ്മിഷൻ ഫോം റെഡിയാക്കണം. ചെയ്യാൻ പറ്റുമോ? അഡ്മിഷൻ ഫോം. ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. നിങ്ങളിത് കളക്ട് ചെയ്യുക. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, അതൊരു സ്കൂളിലാവാം അല്ലെങ്കിൽ ഒരു കോളേജിലാവാം, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഏതെങ്കിലും ഒരു സ്കൂളിലെയോ കോളേജിലെയോ അഡ്മിഷൻ ഫോം എടുക്കുക. അതിനകത്ത് എന്തായാലും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരൊക്കെ ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ലേ? ഓക്കെ. പിന്നെ സ്റ്റുഡന്റിന്റെ പേരുണ്ടാകും, അതുപോലെ തന്നെ സ്റ്റുഡന്റിന്റെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, പാരന്റ് നെയിം, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും, പിന്നെ ഏത് ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നത്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാകും. അപ്പൊ അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. അത് അസൈൻമെന്റ് ആണ്. ഞാൻ ടോപ്പിക് നാളെ ഇട്ടേക്കാം. ഇന്ന് ഇടാൻ പറ്റില്ലല്ലോ, സ്റ്റാഫ് ഇല്ല. നാളെ ഞാൻ പകല് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ അസൈൻമെന്റ് ബുക്കിൽ തന്നെ പ്രിപ്പയർ ചെയ്യാലോ മാം, അത് നമ്മൾ ചെയ്തിരിക്കുന്ന അസൈൻമെന്റ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. ഓക്കെ.
ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇതാണ്. ഈ ഫോം വഴി കുട്ടികളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ച ശേഷം, ആ ഒരു സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം ഓരോ സ്റ്റുഡൻസിനും അവരുടേതായിട്ടുള്ള എൻറോൾമെന്റ് നമ്പർ കൊടുക്കുന്നു. എൻറോൾമെന്റ് നമ്പർ ഉണ്ടാവും അല്ലെ, അത് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ സ്റ്റുഡൻസിന്റെ റെക്കോർഡൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ എല്ലാത്തരം സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ, ഇപ്പൊ ഒരു കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ, നമ്മളിപ്പോ +2 കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫയല് കമ്പ്യൂട്ടറിൽ റെഡിയാക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ റെക്കോർഡുകളും എൻറോൾമെന്റ് വിവരങ്ങളും കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രി ഫയലുകൾ വഴി സംരക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മള് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ പോലും അത് നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് പ്രശ്നമില്ല, മറിച്ച് അത് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡീറ്റെയിൽസ് ചെയ്ത് വെക്കുമ്പോൾ യാതൊരു പ്രശ്നവും അവിടെ വരുന്നില്ല. ഓക്കെ, നമുക്ക് ഏത് സമയത്തായാലും അത് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ അടുത്ത് എനിക്ക് എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒരു ആവശ്യം വന്നു, പക്ഷെ ഈ അടുത്ത് നോക്കിയപ്പോഴാണ് അത് കാണുന്നില്ല. മാരേജ് കഴിഞ്ഞ് ആ സമയത്ത് അത് എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങളുടെയൊക്കെ അവിടെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കം ബാധിച്ചു, പറവൂർ ഏരിയയിലൊക്കെ. ആ സമയത്ത് അത്യാവശ്യ ഫയലുകളൊക്കെ വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, അതവിടെ കാണുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യമായി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എപ്പോഴെങ്കിലും അത് വേണ്ടി വന്നാലോ എന്ന് ഓർത്ത്. അപ്പൊ ഞാൻ വേഗം പിറ്റേ ദിവസം തന്നെ അക്ഷയയിൽ ഓടിച്ചെന്നു. അപ്പോ ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, എന്തെങ്കിലും വഴിയുണ്ടോ കിട്ടാനായിട്ട്? അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഡേറ്റും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത പഞ്ചായത്തിന്റെയും പേര് പറഞ്ഞു കൊടുത്താൽ മതി, കിട്ടും എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നമുക്കൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര ആദ്യമായിരിക്കും, അത് കിട്ടുമോ ഇല്ലയോ, അവർ ചിലപ്പോ കുറ്റപ്പെടുത്തിയാലോ, ചെയ്യുമ്പോ വഴക്ക് പറഞ്ഞാലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പൊ പേടിക്കണ്ട, എല്ലാം കമ്പ്യൂട്ടറിലുണ്ട്. അപ്പോ നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ സകല ഡീറ്റെയിൽസും എന്തിലുണ്ടാകും, കമ്പ്യൂട്ടറിൽ അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ കുട്ടിയുടെ എൻറോൾമെന്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ഫയലിലാണ് ശേഖരിച്ച് വെക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ റീഡ് ചെയ്തോളൂ കേട്ടോ. സ്റ്റുഡൻസ് പ്രൊഫൈൽ ഫോർ ദ സ്റ്റുഡൻസ് പെർഫോമൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൂൾ പ്രോഗ്രാം. അയച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഷമീമ ഹുസൈൻ, ഷമീമ മിസ്സേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ വായിച്ചത്? ഓക്കെ. അതായത് അഡ്മിഷന് ശേഷം
നമ്മുടെ സ്റ്റുഡന്റ് കൾച്ചറൽ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും, സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ, അവരുടെ ലെവൽ ഓഫ് ദ പെർഫോമൻസ് ആൻഡ് അവർക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ ഈ കമ്പ്യൂട്ടർ ഫയലിൽ നേരത്തെ എൻറോൾമെന്റ് പ്രകാരം ഒരു ഫയൽ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് തന്നെ ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കുന്നതാണ് പറയുന്നത്. അതായത് ഈ ഫയൽ രൂപീകരിക്കുമ്പോൾ തന്നെ അതിനുള്ള കോളവും എല്ലാം ഈ ഫയൽ അനുസരിച്ച് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ, NCCയില് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കോളും അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ എല്ലാം ഇങ്ങനെ നേരത്തെയും ഇപ്പോഴത്തെ എല്ലാം ചേർന്ന് കുട്ടിയെ കുറിച്ചുള്ള ഒരു ഫുള്ളായിട്ടുള്ള ഒരു നമുക്ക് പ്രൊഫൈൽ പിക്ചർ ആ എൻറോൾ നമ്പർ വഴി ആ ഫയൽ വഴി നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ. അതായത് ഒരു കുട്ടിക്ക് അഡ്മിഷൻ ഒക്കെ എടുത്ത് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അതിപ്പോ കോ കരിക്കുലർ ആക്ടിവിറ്റി ആവാം, അതുപോലെ തന്നെ NCC, അതുപോലെ സ്കൗട്ട്, NSS, അതിനകത്തൊക്കെ പങ്കെടുക്കുമല്ലോ. നമുക്കറിയാലോ, നിങ്ങളൊക്കെ NCCയിലും NSSലൊക്കെ ഉള്ളവരാണോ? ഉണ്ടായിരുന്നോ മുമ്പ് NCC, NSS? NSS ഉണ്ടായിരുന്നു മാം കോളേജ് ടൈമിൽ. NSS ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു കോളേജ് ടൈം. NCC ഉണ്ടായിരുന്നു. NCC ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ NCCയിൽ ചേർന്നത്? ഓ, ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നോ? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു, ക്യാമ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും അതൊക്കെ ഒരു രസമായിരുന്നു. ഇപ്പൊ ഓർമ്മിക്കുമ്പോ അതൊക്കെ ആ ടൈം നമ്മുടെ ബോഡി തന്നെ നല്ല രീതിയിൽ പോയിട്ട് നമ്മളെ ബോഡിക്ക് തന്നെ ഒരു എനർജറ്റിക് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പം സങ്കടമാകുന്നു സത്യം പറഞ്ഞാല്. ഓക്കെ ഓക്കെ. ഞാൻ ചോദിച്ചതേ, എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ ഡിഗ്രി 2 വർഷം. 2 വർഷം അല്ലേ? ഇതാണ് B.യും C.യും ആണ്. കോളേജ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും. ഓക്കെ ഓക്കെ. അപ്പോ NCC അതുപോലെ തന്നെ സ്കൗട്ട്, NSS ഇതിലൊക്കെ പങ്കെടുത്തിട്ട് അതിനകത്ത് നമ്മൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ, അതിനകത്ത് നമ്മൾക്ക് അവാർഡുകൾ, അച്ചീവ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ എൻറോൾമെന്റ് നമ്പർ വഴി രജിസ്റ്റർ ചെയ്യുന്നു. നമ്മുടെ ഡീറ്റെയിൽസിന്റെ കൂടെ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാണെങ്കിൽ അതിനുള്ള അച്ചീവ്മെന്റ്സ്, കാര്യങ്ങള്, നമ്മുടെ ഗ്രേഡുകള്, അതൊക്കെ നമ്മുടെ എൻറോൾമെന്റ് നമ്പർ വഴി നമ്മുടെ റെക്കോർഡിൽ അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മാം എന്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. എന്റെ ഉമ്മ ഒരു സമയത്ത് ആയുർവേദ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എനിക്ക് NCCയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് വേറെ കോളേജിൽ പോകണമായിരുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് യൂണിഫോം ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു വയസ്സായ അപ്പൂപ്പ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഏത് സ്റ്റേഷനിലാ മോളെന്ന്. അപ്പൊ ആ അപ്പൂപ്പ, ഞാൻ തൊപ്പി തലയിലില്ല, സ്കാർഫ് ചെയ്തിട്ട് തൊപ്പിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാന് ഇതാണ് NCC സ്റ്റുഡന്റ് ആണ്, സ്റ്റേഷനിലേക്കല്ല ഇത് ചെയ്യുന്നതാണ്. അത് ഇപ്പഴും ആലോചിക്കും. അതുപോലെ ഷൂട്ട് ചെയ്തൊക്കെ നമ്മുടെയൊക്കെ ഫസ്റ്റ് അനുഭവമാണ് ഈ ഷൂട്ടിങ് പഠിക്കുക. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ പ്രൗഡായി പോയി. ഞാൻ എപ്പോഴും ഹസ്ബൻഡ് ഒരു NCC കേഡറ്റ് ആയിരുന്നു എന്നുള്ള ഒരു ബലം ഉണ്ടല്ലോ, അത് എപ്പോഴും നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാവുന്നതാണ്. ഒന്നിനെയും ഒരു പേടിക്കാണ്ട് ഒരു സ്ട്രേഞ്ചറെ നമ്മളെടുത്ത് വന്നാല് നമുക്ക് അവരോട് പേടിയില്ലാണ്ട് സംസാരിക്കാനും പെരുമാറാനൊക്കെ പറ്റുന്നത് NCC കാഡറ്റ് ആയതുകൊണ്ട് മാത്രാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സ്റ്റുഡൻസിന് ഫയലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എന്താണെന്ന് ഏകദേശ ധാരണ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. ഫോർമാറ്റ് ഓഫ് മാർക്ക് ഷീറ്റ് ആൻഡ് ടെർമിനൽ ഫൈനൽ റിസൾട്ട്. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, റീഡ് ചെയ്തോളി. ഫാത്തിമ ഹാരിസ് ഒന്ന് റീഡ് ചെയ്യാവോ? എക്സ്പ്ലെയിൻ ചെയ്യാവോ? യെസ് മാം പറയാം. ആ. മാം റീഡ് ചെയ്തിട്ട് പറഞ്ഞാ പോരെ? മതി. Format of mark sheet and terminal or final result. The main task of a school is to organize teaching and conduct examination. ഒരു സ്കൂളിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻസും അതനുസരിച്ചിട്ട് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യലുമാണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫൈനൽ ടെർമിനൽ എക്സാമിനേഷൻ. Before the examination, students have to complete the examination form which comprises the admission card. എക്സാമിനേഷന് മുമ്പായിട്ട് കുട്ടികൾ എക്സാമിനേഷനുള്ള ഫോം ഉണ്ടാവും, അത് ഫില്ല് ചെയ്തിരിക്കണം. അതിനകത്ത് നമ്മുടെ അഡ്മിഷൻ കാർഡിന്റെ ഡീറ്റെയിൽസും ഉണ്ടാവും. The format of the examination form is processed according to use of computer data entry. എക്സാമിനേഷൻ ഫോമിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റ എൻട്രിക്ക് പറ്റുന്ന രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തേക്കുന്നത്. എവറി സ്റ്റുഡന്റ് ഈസ് അലോട്ടഡ് ആൻ എക്സാമിനേഷൻ നമ്പർ ടു മെയിൻറ്റെയിൻ എക്സാമിനേഷൻ റെക്കോർഡ്സ് ഓൺ ദി കമ്പ്യൂട്ടർ. ഓരോ സ്റ്റുഡന്റിനും എക്സാമിനേഷൻ നമ്പർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിൽ ഓരോ സ്റ്റുഡന്റിനും അതനുസരിച്ചിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. After examination, acquired marks of the students are entered in the computer. എക്സാമിനേഷന് ശേഷം ഓരോ കുട്ടികൾക്കും അലോട്ട് ചെയ്തിട്ടുള്ള നമ്പർ അനുസരിച്ചിട്ട് അവരുടെ മാർക്സ് നമ്മൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യും. The computer arranges the mark sheet of each student and the consolidated result of the examination. കമ്പ്യൂട്ടർ അതനുസരിച്ചിട്ട് ഓരോ കുട്ടികളുടെയും മാർക്ക് ഷീറ്റ് അതനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യും. In the home examination, first, second and terminal marks are also entered and students' results prepared very quickly. Home examination എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ടേം എക്സാമിന്റെ അല്ലെങ്കിൽ സെക്കൻഡ് ടേം അങ്ങനെ വരുന്ന ടേം എക്സാമിന്റെ മാർക്കും നമ്മുടെ ഇതിനകത്ത് മാർക്ക് ഈ എക്സാമിനേഷന്റെ ആ ഫോമിൽ അത് ഉണ്ടാവും. അതുപോലെ സ്റ്റുഡൻസ് റിസൾട്ട്സ് പ്രിപ്പയർഡ് വെരി ക്വിക്ക്ലി, അതനുസരിച്ചിട്ട് അതിന്റെ റിസൾട്ടും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യും കുട്ടികളുടെ റിസൾട്ട്. ആൻഡ് സ്റ്റുഡൻസ് മാർക്ക് ഷീറ്റ്സ് ആർ ഓൾസോ പ്രിപ്പയർഡ് സൈമൾട്ടേനിയസ്ലി, അതിന്റെ ഒപ്പം തന്നെ മാർക്ക് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. The results are given on computer internet service before disclosure in the newspaper. ന്യൂസ്പേപ്പറിൽ നമ്മുടെ റിസൾട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പ്യൂട്ടറിൽ അത് ഡിസ്ക്ലോസ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായോ ഫാത്തിമ വായിച്ചത്? ഓക്കെ. അതായത് നമ്മുടെ എക്സാമിന് മുമ്പായിട്ട്, ഇപ്പൊ കുട്ടികളാണെങ്കിൽ എക്സാമിന് മുമ്പായിട്ട് അഡ്മിറ്റ് കാർഡ് അടങ്ങിയിട്ടുള്ള പരീക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും, SSLC പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾക്ക് ആ ഒരു രജിസ്റ്റർ നമ്പർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതായിട്ട് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് സൈൻ ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഓക്കെ, അതാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് കേട്ടോ.
നമ്മൾ സൈൻ ചെയ്ത് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഒക്കെ നോക്കി നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അവര് ഒരു നമ്മുടെ ടീച്ചറിന്റെയോ സാറിന്റെയോ ഒക്കെ സൂപ്പർവിഷനിലായിരിക്കാം അതൊക്കെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് എക്സാമിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് സഹിതം ഫിൽ ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ഇത് കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്യുന്നു. പുതിയ രീതിയാണെങ്കിൽ പുതിയ കാലമാണ്, കമ്പ്യൂട്ടറിൽ ഇത് പ്രോസസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിപ്പോയോ? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് സ്കൂളിൽ ചേർന്ന ടൈമില് തെറ്റിയിട്ടാ കൊടുത്തിട്ടുണ്ടായിരുന്നെ. അത് തെറ്റാന്ന് മനസ്സിലാക്കിയത് SSLC ഫോം എൻറ്റർ ചെയ്തപ്പോഴായിരുന്നു. അന്നെന്താ പിന്നെ മാറ്റിയത് അല്ലേ? അത് മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്തു? അത് തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ മുൻപ് പഠിച്ച, അതായത് 5th ഞാൻ TC മേടിച്ചു പോകുന്ന സ്കൂളിൽ അവരെ എഴുതി കൊടുത്തുള്ള മിസ്റ്റേക്ക് ആണ്. അവിടെ ഉപ്പ് പോയിട്ട് എന്തോ ചെയ്തത് എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ പോയി വേണ്ടി വന്നു, സ്കൂളിൽ പോയിട്ടാ എന്തോ ചെയ്തത്. മാം ഇതിന്റെയൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? അക്ഷയയിൽ പോയാൽ അവര് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും, അത് ചെയ്താൽ മതി. എന്റേത് ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. SLC ഞാൻ PGക്ക് പഠിക്കുമ്പോഴാണ് എന്റെ SLC ബുക്കിൽ, ബാക്കിയൊന്നിനും ആവശ്യമില്ലെങ്കിലും PGക്ക് പഠിക്കുമ്പോഴാണ് SLC ബുക്കിലത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തത്. അതുകൊണ്ട് ബാക്കിയെല്ലാം എന്റെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് വന്നു. അക്ഷയയിൽ പോയാൽ മതി. പക്ഷെ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര പാടായിരുന്നു. ഞങ്ങളൊരു 2 years മുമ്പ് ഇതേപോലെ പുള്ളിക്കാരൻ ഇതേ സെയിം രസ്ന പറഞ്ഞ അതേ ഇഷ്യൂ ടീച്ചർ തെറ്റിച്ചു കൊടുത്തു ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ പാസ്പോർട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ നമ്മള് ഒരുപാട് ഓടി, പരീക്ഷ ഭവനിലൊക്കെ പോയി കുറെ തിരുത്ത്, പണ്ടത്തെ സ്കൂൾ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് ഒരുപാട് പണിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യം അതിന് മാറ്റാനേ പോകുന്നില്ല. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എന്റെ പേര് അശ്വതി എന്നാണ്. അപ്പൊ ഞാൻ 10th പാസ്സായത് കാസർഗോഡാണ്. കാസർഗോഡൊക്കെ അവര് വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മൾ നോർമലി അശ്വതി എന്ന് എഴുതുന്ന എങ്ങനെയാ? ASWATHY അങ്ങനെയല്ലേ എഴുതുക? അശ്വതിന്ന് ആണോ? ആണ് അല്ലെ? പക്ഷെ അവര്, അതായത് അവരുടെ ഭാഷയും മറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. എന്താ പറയാ, നമ്മുടെ ബോർഡറിനടുത്താണ്, തലപ്പാടി അടുത്താണ്. ആ ഒരു സ്ഥലത്താണ് ഞാൻ SSLC പാസ്സായത്. അപ്പോ അവര്, ഞാൻ പറഞ്ഞു എന്റെ പേര്, സാറ് വിളിക്കുമല്ലോ ഇങ്ങനെ SSLCയുടെ ആ ഒരു നമ്മള് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് വിളിക്കുമല്ലോ ഇങ്ങനെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട്. അപ്പോ അശ്വതി എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ അശ്വതിനെ എഴുതി കൊടുത്തു. ഞാൻ അതുവരെ യൂസ് ചെയ്തിരുന്ന എന്റെ പേര് എഴുതി കൊടുത്തു. അപ്പൊ എന്നോട് സാറ് പറയുവാണ്, സാറ് കണ്ണൂർക്കാരനാണ്, കണ്ണൂരാണ് സാറിന്റെ വീട്. എന്നോട് സാറ് പറയാണ്, ഇത് അസ്വതി എന്നാണ് വായിക്കുക, ഇങ്ങനെയല്ല തന്റെ പേര് എഴുതണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ASHWATHI അങ്ങനെ ആക്കി എന്റെ പേര്, അശ്വതി അങ്ങനെ ആക്കി പേര്. അപ്പൊ എല്ലാവരും പറയുന്നത്, അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ് പേര് എഴുതുന്നതെന്നാണ് പറയുന്നത്. H ഇല്ലെങ്കിൽ അസ്വതി എന്നാ വായിക്കുക എന്നാണ് പറയുന്നത്. അതിനുശേഷം +1 ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെയുള്ള, അതായത് ഇവിടെ ഞാൻ +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവരെന്റെ പേര് അസ്വതി എന്നാ എഴുതുന്നേ. കാരണം ഇവിടെയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് H ഉപയോഗിക്കില്ല, പിന്നെ ലാസ്റ്റ് Y ആയിരിക്കും ഉള്ളത്. എന്റെ പേര് മൊത്തം ഡിഫറെന്റ് ആണ്. എന്നിട്ട് പിന്നെ അവരെഴുതുന്നു, ഞാനത് വീണ്ടും തിരുത്തി കൊടുക്കണം. ഇത് കാലങ്ങളായി ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. ആൾക്കാരെന്റെ പേര് എഴുതുമ്പോൾ, അതുപോലെ നമ്മള് വോട്ട് ചെയ്യാനൊക്കെ പോവുമല്ലോ, വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്തായാലും അവരിത് ഐഡന്റിറ്റി കാർഡ് നോക്കാതെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ, ഹോസ്പിറ്റൽ കേസിനൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ H ചേർക്കില്ല. കാരണം അവർക്കറിയില്ല, അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ തിരുത്തി കൊടുക്കണം, H ഉണ്ട് കേട്ടോ. അതുപോലെ ബാങ്കില് എല്ലായിടത്തും ഓക്കെ. അപ്പൊ എന്റെ പേരിങ്ങനെ H ഉണ്ട് കേട്ടോ, I ആണ് കേട്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അസ്വതി എന്നാണ് ഇവിടെ എന്റെ പേര് എഴുതി ചേർക്കുന്നത്. ഞാനത് മാറ്റാനായിട്ട് പോയില്ല, ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡിലും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ. അപ്പൊ അങ്ങനെ അതാണ് നമ്മൾ അതൊരു എന്താ പറയാ, സാർ എനിക്കൊരു പണി തന്നതാണ് ശരിക്കും പറഞ്ഞാൽ. നോർമലി അതുപോലെ എംപ്ലോയ്മെന്റിൽ ചെന്നാല് അവിടെയും അവര് നോക്കുമ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ S ഇടും, എന്നിട്ട് വേഗം W ആണ്. അപ്പൊ ഞാൻ പറയും അയ്യോ H ഉണ്ട് കേട്ടോ, എനിക്ക് H ഉണ്ട് കേട്ടോ എന്ന് പറയും. Y ഇടുമ്പോ പറയും Y അല്ല I ആണ് എന്ന് പറയും.
അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പേര് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേടാണ് എന്റെ. ഓക്കെ, അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഒരു വെറൈറ്റി ആണല്ലോ. മറ്റുള്ളവർക്ക് ഇല്ലാത്ത രണ്ടക്ഷരം എനിക്ക് അല്ല, ആ ഒരു ലെറ്റർ എനിക്ക് കൂടുതൽ ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് SSLC-യിൽ അങ്ങനെയായി പോയി. തിരുത്താന്നൊക്കെ പറയാം, പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ കുത്തിക്കിട്ടിയൊക്കെ നടക്കണമല്ലോ, അതുകൊണ്ട് അതൊന്നും ചെയ്തില്ല. ഓക്കെ, അപ്പൊ അത് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ വഴിയാണ് ഇതിനകത്ത് റെക്കോർഡ് ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്നത്. നല്ല സ്റ്റാർ പ്രകാരം നല്ല പേരാണോ? താങ്ക് യു. എന്നാലും എല്ലാവർക്കും ഉള്ള പേരല്ലേ, റയർ ആയിട്ടുള്ള പേരല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ റയർ ആയിട്ടുള്ള പേരുകളൊക്കെ വേണം. ഇത് ചെന്ന് കഴിഞ്ഞാല് ആസ്ട്രോളജറാണ്, എന്റെ ഹസ്ബൻഡ് ആസ്ട്രോളജറാണ്. അപ്പൊ അതാ പറഞ്ഞത് അശ്വതി തൊട്ട് തുടങ്ങുമ്പോ. അത് ഇതെന്താന്ന്, ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാല് 5-6 അശ്വതികൾ ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ 1ാം ക്ലാസ് മുതല് ഡിഗ്രി വരെ, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. മാമിന്റെ നക്ഷത്രം അതാണോ? അല്ലല്ല, ആ നക്ഷത്രം അവിട്ടമാണ് നക്ഷത്രം. അല്ല, പണ്ട് ഐശ്വര്യ അശ്വതി എന്നുള്ള 2 പേരുകൾ ഭയങ്കര ഫേമസാ. അതിടുന്ന ആൾക്കാർക്ക് എന്തോ ഒരു ഐശ്വര്യം ഉണ്ടെന്നാ പറയുക. അതെയോ, താങ്ക് യു. 1ാം ക്ലാസ്സില്, 2ാം ക്ലാസ്സില്, ഹൈസ്കൂളില്, കോളേജില്, +2-ന് കോഴ്സ്, ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴും ഒരു 5 അശ്വതിയെങ്കിലും മിനിമം ഉണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ചേർത്തിട്ട് കൂട്ടി വിളിക്കുന്നത്. ഞങ്ങൾ +2-ന് പഠിക്കുന്ന സമയത്ത് 5 അശ്വതി ഉണ്ടായിരുന്നു. അപ്പോ എന്നെ പി എന്നാ വിളിക്കുക, അശ്വതി പി എന്നാണ് എന്റെ ഫുൾ നെയിം. അപ്പൊ പി എന്നാ വിളിക്കുക. അപ്പോ ഒരു സാർ എന്നോട് വന്ന് ചോദിച്ചു, ആരുടെ പി എ ആണ്, പ്രസിഡന്റിന്റെ പി എ ആണെന്ന് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ അതെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ല. കാരണം റയർ ആയിട്ടുള്ള ഒരു പേരാണെങ്കിൽ അധികം ആർക്കും ഉണ്ടാവില്ലല്ലോ, നമ്മളെ മാത്രമല്ലേ ശ്രദ്ധിച്ചുള്ളൂ. ഇത് അശ്വതി എന്ന് വിളിച്ചാൽ എത്ര പേര് നോക്കുമെന്നറിയോ? അപ്പൊ അതൊക്കെ അപ്പൊ മോന് പേരിടുമ്പോൾ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ഇടണമെന്ന് തോന്നി. അങ്ങനെ അവൻ അശ്വജിത്ത് എന്നാ പേരിട്ടത്. അശ്വജിത്ത് അങ്ങനെ ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നുണ്ട് തോന്നുന്നു. ആ സമയത്ത്, ഇപ്പൊ അവന് 12 വയസ്സായി, ആ സമയത്ത് അശ്വജിത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പേര് അശ്വതി എന്നാണ്, ഹസ്ബൻഡിന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. അങ്ങനെ 2 പേരും കൂടി കൂട്ടിയിട്ടതാണ്. പേരിനൊരു മീനിങ് ഉണ്ട് കേട്ടോ. അശ്വന്ന് പറഞ്ഞാല് കുതിര എന്നാണ് അർത്ഥം. ജിത്ത് എന്ന് പറഞ്ഞാല് ജിതൻ, സൂര്യൻ എന്നാണ് അർത്ഥം. അപ്പൊ സൂര്യന്റെ തേരാളി എന്നാണ് വരിക. അപ്പൊ ആ ഒരു ഇതിൽ കൂടെ അപ്പൊ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, റയർ ആയിട്ടുള്ള ഒരു പേര് ഇറങ്ങണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ. ഓക്കെ, ഞാൻ പേരന്റ് ഡൗട്ട് ചോദിച്ചോട്ടെ മാം. നമ്മള് മാരേജ് വരെ നമ്മുടെ സർനെയിം നമ്മുടെ പേരിന്റെ കൂടെ നമ്മുടെ ഫാദറിന്റെ പേരല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സർട്ടിഫിക്കറ്റിലെല്ലാം സർനെയിം ഫാദറിന്റെ പേരല്ലേ? പക്ഷെ മാരേജ് കഴിഞ്ഞ് നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സിലും ഹസ്ബൻഡിന്റെ പേരാക്കുന്നില്ലേ? അപ്പം ഞാനും അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ എക്സാമിന് നമ്മള് പേര് കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഈ ഫാദറിന്റെ പേര് സർനെയിം വരും. നമ്മുടെ മറ്റേ ആധാർ, പാസ്പോർട്ട്, ലൈസൻസ് ഇങ്ങനെയുള്ളതിലെല്ലാം നമ്മുടെ ഹസ്ബൻഡിന്റെ അല്ലേ സർനെയിം വരുന്നേ? എല്ലാവരും അങ്ങനെ മാറ്റിയിട്ടുണ്ടോ? ഹസ്ബൻഡിന്റെ പേരാക്കിയിട്ടുണ്ട്? എത്ര എന്റെ എന്റേതില് മാരേജ് കഴിഞ്ഞ എല്ലാത്തിലും സർനെയിം ഹസ്ബൻഡിന്റെ. അങ്ങനെ ആക്കിയ ഭയങ്കര പണിയാണ് മിസ്. ഇപ്പൊ ഭയങ്കര പണിയാണ്. അതാണ് എന്റേത് ഞാന് മാരേജ് കഴിഞ്ഞിട്ട് എല്ലാ ഡോക്യുമെന്റ്സിലും സർനെയിം ഹസ്ബൻഡിന്റെ പേരാ. അപ്പൊ ഇനി എക്സാമിന് ഏത് പേര് കൊടുക്കും? ഫസ്റ്റ് നമ്മൾ 1ാം ക്ലാസ് തൊട്ട് MA വരെ നമ്മൾ കെട്ടിക്കുന്നവരെ പഠിച്ചത് ഫാദറിന്റെ പേര് സർനെയിം. അതിനുശേഷം നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് ആധാർ, പാസ്പോർട്ട്, ലൈസൻസ്, പാസ്ബുക്ക്, എല്ലാ കാര്യങ്ങളും പാൻ കാർഡ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ സർനെയിം ഹസ്ബൻഡിന്റെ പേര്. ഇപ്പൊ ലീലാമ്മ ഗീവർഗീസ് ഹസ്ബൻഡിന്റെ പേര് സർനെയിം. അപ്പൊ നമ്മൾ ഇപ്പൊ എക്സാമിന് ഏത് പേര് കൊടുക്കുക? ഹസ്ബൻഡിന്റെ പേര് സർനെയിം കൊടുക്കുവോ ആ ഫാദറിന്റെ പേര് കൊടുക്കുവോ? ഇപ്പോഴത്തെ ഇതിനെല്ലാം മാറ്റി. അപ്പൊ ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സർട്ടിഫിക്കറ്റിലെല്ലാം കിടക്കുന്ന സർനെയിം ഫാദറിന്റെ പേരല്ലേ കിടക്കുന്നത്? ആധാർ ലൈസൻസ് എല്ലാം നമ്മൾ മാരേജ് കഴിഞ്ഞ് കിട്ടിയ കാര്യമല്ലേ മാം? മാരേജ് കഴിഞ്ഞാൽ ആധാർ, ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട്, പിന്നെ നമുക്ക് പാൻ കാർഡ്, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം മാരേജ് തൊട്ട് ഹസ്ബൻഡിന്റെ നെയിമാ സർനെയിം.
നമ്മൾ അന്ന് എടുക്കുന്ന സമയത്ത് അവര് നോക്കില്ലേ, SSLC കാര്യങ്ങളൊക്കെ നോക്കില്ലേ അവര്? പ്രൂഫ് അവര് നോക്കുകയൊക്കെ ചെയ്തു. എന്താണെന്ന് എനിക്കറിയില്ല. അന്ന് അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല മാം. അവര് ഹസ്ബൻഡ് പറയുന്ന കേൾക്കുന്നു, ചെയ്യുന്നു. ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊനഷ്ടാവുന്നു. നമ്മുടെ SSLC-യിലുള്ള പേരാണ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കേണ്ടത്. അത് ആധാർ ആയിക്കോട്ടെ, പാൻ കാർഡ് ആയിക്കോട്ടെ, ഐഡന്റിറ്റി കാർഡ് ആയിക്കോട്ടെ, ID പ്രൂഫ് ആയിക്കോട്ടെ, ബാങ്ക് ഒക്കെ. ഇപ്പൊ ആധാറൊക്കെ നമുക്കറിയാലോ, ആധാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ്. ആധാറിലൊക്കെ ഇപ്പൊ ബാങ്കില് എന്തെങ്കിലും, ഇപ്പൊ എന്റെ പേര് ബാങ്കിൽ ഞാൻ കൊടുക്കുന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് അശ്വതി രഞ്ജിത്ത് എന്നാ കൊടുത്തേ. പക്ഷെ ആധാറിൽ കിടക്കുന്നത് അശ്വതി P എന്നാ. എന്നിട്ട് അവരെന്നെ വിളിച്ചു, 2015 ആയപ്പോ അവരെന്നെ വിളിച്ചു, പേരില് മാറ്റമുണ്ട്, ആധാറിലെ പോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൽ തന്റെ പേരാക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആധാർ കൊണ്ടു ചെന്നു, അവിടെ ലിങ്ക് ചെയ്തു, പേര് മാറ്റി കൊടുത്തു. അശ്വതി പേരില്ല, റേഷൻ കാർഡിൽ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ചെയ്തേനെ. എന്നോട് ആരും അത് പറഞ്ഞില്ല. റേഷൻ കാർഡുകാർ പറഞ്ഞു, അവര് പറഞ്ഞു, റേഷൻ കാർഡുകാർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് നെയിമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിലങ്ങനെ തന്നെയാ ഇപ്പോഴും. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു 10 എണ്ണമെങ്കിലും കാണുമല്ലോ എല്ലാം കൂടെ. നമ്മുടെ ബാങ്കിൽ തന്നെ പാസ്ബുക്ക്, പിന്നെ അതുപോലെ തന്നെ പാൻ കാർഡ്, പിന്നെ നമ്മുടെ ആധാർ, വോട്ടർ ID, ലൈസൻസ്, പാസ്പോർട്ട്, ഈ കാര്യങ്ങളെല്ലാം കൂടെ എത്ര ഉണ്ട്? ഇതെല്ലാത്തിനകത്തും ഹസ്ബൻഡിന്റെ സർനെയിം, മക്കളുടെ അതിപ്പോ നമ്മുടെ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ മക്കൾക്കും അങ്ങനെയല്ലേ കൊടുക്കുന്നത്. മക്കളുടെ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അങ്ങ് മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങളോട്ട് മാറ്റാൻ നടക്കണ്ടേ പിന്നെ. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത് എനിക്ക് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇങ്ങനെ മാറ്റത്തില്ലേ, മാറ്റി വെക്കുമ്പോ അത് പിന്നീട് വിഷയമാകും. SSLC ആകുമ്പോ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് പ്രൂഫായിട്ട് ചോദിക്കുന്നതല്ലേ. ഒരു ജോലി കിട്ടുവാണെങ്കിലും നമ്മളത് കൊടുക്കുന്നത് SSLC ആയിരിക്കില്ലേ അവിടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നേ. അപ്പൊ അതിനകത്തെ പേരും ആധാറിലെ പേരും ഒക്കെ, ബാങ്ക് പാസ്ബുക്ക്, അതൊക്കെ നമുക്ക് സാലറി ഒക്കെ കയറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനകത്തൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ അത് മാറ്റാനും തിരുത്താനും ഒക്കെ നടക്കണം. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഓർക്കുക, നമ്മുടെ SSLC-യിലുള്ള അതേ പേര് തന്നെ നിങ്ങളുടെ എല്ലാ പ്രൂഫിലും ഉണ്ടായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ജോലി കിട്ടുവാണെങ്കിലൊക്കെ, ഒരു ഗവൺമെന്റ് ജോബ് ഒക്കെ കിട്ടുവാണെന്ന് വിചാരിക്കുക, നമ്മൾ എന്താ SSLC കൊടുക്കണ്ടേ അവിടെ? ഇല്ലേ? കൊടുക്കാത്തവർക്ക് കൊടുക്കാത്തവർക്ക് അങ്ങനെ ചെയ്യാം, കൊടുത്തവര് എന്തോ ചെയ്യും? പറഞ്ഞു കൊടുക്കട്ടെ ജോലിക്ക്, എനിക്ക് അറിയില്ല. സൊല്യൂഷൻ പറഞ്ഞിരുന്നു മിസ്സേ, ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു. അവർ SSLC-യുടെ ബുക്കിലെ അതേ നെയിം അയക്കാൻ പറഞ്ഞിരുന്നു. അവർക്ക് പേഴ്സണൽ മെസ്സേജ് വിട്ടിരുന്നു. ഞങ്ങൾക്കൊക്കെ SSLC-യിലെ ബുക്കിൽ അതേ നെയിം കൊടുക്കാൻ പേഴ്സണൽ മെസ്സേജ് വിട്ടിരുന്നു. എല്ലാവർക്കും വിട്ടോന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ വിട്ടിരുന്നു ഓഫീസിൽ തന്നെ. ഇനി SSLC കൊടുക്കാം, പക്ഷെ ഒരു ആവശ്യം വരുമ്പോഴാണ് ആധാർ ഇതൂടെ വരുമ്പോ ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ SSLC-യിലത്തെ പേര് വെച്ചിട്ട് ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്താ കുറെ സൊല്യൂഷൻ ആയി. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതല്ല. ആധാറും സർട്ടിഫിക്കറ്റ്സും ഒക്കെ നമുക്ക് ആവശ്യം വരുന്നത്. അപ്പൊ ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ SSLC-യുടെ ബുക്ക് വെച്ചിട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ പേര് വെച്ചിട്ടോ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് അങ്ങനെയായി പോവും. എന്റേത് ഹസ്ബൻഡിന്റെ പേര് വെച്ചിട്ടായിരുന്നു, ഞാൻ തിരിച്ച് എന്റെ പേരിലേക്ക് ആക്കി ആധാർ അപ്ഡേറ്റ് ചെയ്തു, ന്യൂ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ ബാങ്കിലത്തെ ഒക്കെ ഞാൻ കൊണ്ടുപോയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ എന്റെ പാസ്പോർട്ടൊക്കെ ഓൾറെഡി നമ്മള് എബ്രോഡ് ആണ് ഞാൻ. അപ്പൊ എബ്രോഡ് ജോലി അന്വേഷിക്കുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടിലെ പേരൊക്കെ ഒരുപോലെ വേണം. അതുകൊണ്ട് SSLC ബുക്ക് വെച്ചിട്ടാണ് പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിലൊന്നും ചേഞ്ചസ് ഇല്ല. നമുക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യുമ്പോഴും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ മക്കളുടെ പാസ്പോർട്ടിൽ നമ്മളുടെ സർനെയിം നമ്മളുടെ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ആധാർ മാത്രമായിട്ട് മാറ്റാൻ വേണമെങ്കിൽ. ഞാനും അത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം ചിന്തിച്ചു. പക്ഷെ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് മാത്രമാണ് ചെയ്യാം. അപ്പം പക്ഷെ നമ്മുടെ മക്കളുടെ പാസ്പോർട്ടിന് എന്ത് ചെയ്യും? നമ്മുടെ ആധാർ ചെയ്യും. അപ്പം നമ്മുടെ മക്കളുടെ ആധാറിന് എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിച്ച് അനങ്ങാതെ ഇരിക്കുക. ഓക്കെ. അപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? കുറെ കാര്യങ്ങള് അറിയാനായിട്ട് സാധിച്ചു. ഓക്കെ. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം കഴിഞ്ഞ് മാർക്കുകൾ കമ്പ്യൂട്ടറിലാണ് കളക്ട് ചെയ്ത് വെക്കുന്നത്. തുടർന്ന് സ്റ്റുഡൻസിന്റെ റിസൾട്ട്, മാർക്ക് ഷീറ്റ് എന്നിവ വേഗത്തിൽ തയ്യാറാക്കുന്നതും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ്.
അതുപോലെ തന്നെ പത്രത്തിലൊക്കെ ഈ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് കമ്പ്യൂട്ടറിൽ ഇതുവഴിയുള്ള വിവരങ്ങൾ ഉടനടി ലഭ്യമാകുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ, സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ്. ഒരു 6 പോയിന്റ് ഉണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം. ദിവ്യസ്തനോജ് വായിച്ചോ? യെസ് മിസ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാമോ? Okay, miss. First, a school keep an account of each student on its role and submit periodic reports which contains all the necessary information about the student. ഫസ്റ്റ് സ്കൂൾ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത് ഓരോ കുട്ടികൾക്കുമുള്ള റെക്കോർഡ്സ്, ഓരോ കുട്ടികളുടെയും സബ്മിറ്റ് പീരീഡ്സ്, റിപ്പോർട്ട്, അവരുടെ നെസസറി ഇൻഫർമേഷൻ, എല്ലാ സ്റ്റുഡൻസിനെയും പറ്റി എവരി സ്റ്റുഡൻസിനെ പറ്റിയിട്ടുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നു. The school record has to submit to the Department of Education the budgetary statement of finance need at the beginning of a section. അത് ഓരോ കുട്ടികൾക്ക് വരുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അതായത് എഡ്യൂക്കേഷൻ അല്ല, സ്കൂളിന് മൊത്തമായിട്ടാണ്. സ്കൂളിന് മൊത്തമായിട്ടുള്ളത് അല്ലെ? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ നമ്മുടെ വിദ്യാഭ്യാസ എന്താ പറയാ വകുപ്പ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുമ്പോൾ ഈ സ്കൂൾ ബഡ്ജറ്റ്, അതായത് വരവ് ചെലവ് കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അത് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് അതിന് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. School records helps to judge the progress of the students on roles, their strength and weakness, and the teachers and the parents to bring about desired changes. ഇത് ഇപ്പൊ സ്കൂൾ റെക്കോർഡ്സ് ഇത് സൂക്ഷിക്കുന്നത് കൊണ്ട് കുട്ടികൾ എത്രയാണ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, പിന്നെ പാരന്റ്സിനും ടീച്ചേഴ്സിനും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതും നമുക്ക് റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. The records also helps to know the educational achievements of the particular locality, even of the state. ഈ റെക്കോർഡ്സ് എഡ്യൂക്കേഷണൽ, അതായത് പർട്ടിക്കുലർ ലോക്കാലിറ്റിയിലുള്ള എന്താ ഇതിനെ പറയാ മലയാളത്തില്, എഡ്യൂക്കേഷണൽ നേട്ടത്തിനായിട്ട് അത് സഹായിക്കും. ഒരു ലോക്കാലിറ്റിയിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, എത്ര കുട്ടികളിൽ ഇന്ന ക്ലാസ്സിൽ ഉണ്ടായിരിക്കും, എങ്ങനെയൊക്കെ അറിയാനായിട്ട് ഈ റെക്കോർഡ്സ് കീപ്പ് ചെയ്താൽ സഹായമാകും. സ്കൂൾ റെക്കോർഡ്സ് ഹെൽപ്സ് ഇൻ ദ advancement of healthy relationship between the school and home. From the progress report, both the teacher and parents evaluate the students' achievement and progress.
ഇപ്പോഴും ഈ റെക്കോർഡ്സ് ഉള്ളത് കൊണ്ട് കുട്ടികളുടെ എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യുമ്പോൾ അതില് കുട്ടികളും സ്കൂളും തമ്മിലുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ അവർക്ക് ഓരോ കുട്ടീനെ നോക്കി ആ കുട്ടിയുടെ പ്രോഗ്രസ്സുകൾ, ആ കുട്ടിയുടെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന മാറ്റങ്ങള് സ്കൂളിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ അപ്പൊ അത് പാരന്റ്സിന് അത് ഷോ ചെയ്യാനും എളുപ്പമാണ്. സ്കൂളിന് കാണിക്കാൻ പറ്റും ഓരോ കുട്ടിയുടെയും ഓരോ കാലയളവിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ്. School records helps in understanding educational research. Scholars get a complete picture of a student's progress, instructional materials, physical growth, promotion, practice, different the research finding. Also helps the school authorities to introduce new educational reforms. കുട്ടികളുടെ എല്ലാ ഡോക്യുമെന്റ്സും അവർ സൂക്ഷിക്കുന്നത് കൊണ്ട് ഒരു സ്കൂളില് വേണ്ട എല്ലാ പിക്ചറും ഒരു എന്താ പറയാ ഇത്ര കുട്ടികൾക്ക് ഇത്ര സാധനങ്ങൾ സ്കൂളിൽ വേണ്ട വരും, നമ്മൾ ഇത്ര കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് ഓരോ ഇയറിലും ഇങ്ങനെ ഡിഫറെന്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്കൂൾ റെക്കോർഡ്സിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ എല്ലാ കുട്ടികളുടെയും ഓരോ കുട്ടികളുടെയും ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസ് അവരുടെ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെക്കുന്നു. പിന്നെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ പീരിയോഡിക്കലായിട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു റെക്കോർഡ് എടുത്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, റിപ്പോർട്ടുകളും മറ്റുമൊക്കെ തയ്യാറാക്കുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് ഓരോ സ്കൂളിന്റെയും വരവ് ചെലവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് രേഖകളൊക്കെ ഹാജരാക്കിയിരിക്കണം. ഇപ്പൊ സ്ഥാപനങ്ങളിലൊക്കെ ഓഡിറ്റിങ്ങിനൊക്കെ വരില്ലേ, ഹയർ ആയിട്ടുള്ള ഓഫീസുകളിൽ നിന്നൊക്കെ ഓഡിറ്റിങ്ങിനൊക്കെ വന്ന് അവിടെ ഓഡിറ്റർ എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത്തരം ഡീറ്റെയിൽസ് നമ്മൾ എഴുതി തയ്യാറാക്കിയാണ് കൊടുക്കുക. അതനുസരിച്ചിട്ടാണ് അദ്ദേഹം ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് ബഡ്ജറ്റ് ഒക്കെ ആവശ്യപ്പെടുമ്പോൾ ഈ റെക്കോർഡുകൾ അതിനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ വളരെ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിനും അവരുടെ ചേഞ്ചസ് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനും ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു റെക്കോർഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ സംസ്ഥാനം, നമ്മളിപ്പോ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്, ഇപ്പൊ കേരള സ്റ്റേറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ രേഖപ്പെടുത്തി വെക്കാൻ, അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനൊക്കെ ഈ ഒരു റെക്കോർഡ് കൊണ്ട് സാധിക്കും, കമ്പ്യൂട്ടർ റെക്കോർഡ് കൊണ്ട് സാധിക്കും. ഇപ്പൊ നമുക്കറിയാം ഗ്രീൻ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ, ഹരിത സ്കൂൾ. പൂർണ്ണമായിട്ടും എന്താണ് നല്ല എന്താ പറയാ, എന്താ അതിന് മലയാളം പറയുന്നത് എനിക്ക് കിട്ടുന്നില്ല, ഹരിതാഭമായ എന്നൊക്കെ പറയാറില്ലേ. അത്രയും നല്ല രീതിയിൽ എന്താ പറയാ, വളരെ പ്ലാന്റ്സിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെടികളൊക്കെ വളർത്തി പച്ചക്കറി കൃഷിയൊക്കെ നടത്തി ഗാർഡനിങ് ഒക്കെ ചെയ്ത് അത്തരത്തിലുള്ള സ്കൂളുകൾക്കൊക്കെയാണ് അത്തരത്തിലുള്ള അച്ചീവ്മെന്റ് ഒക്കെ കിട്ടുക. അപ്പോ ഇത് നമ്മൾ ന്യൂസുകൾ വഴിയൊക്കെ പുറത്ത് പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ന്യൂസുകൾ വഴിയായിരിക്കും ഇത് അറിയുന്നത് അല്ലെ, ന്യൂസ് പേപ്പർ വഴിയോ അല്ലെങ്കിൽ ടെലിവിഷൻ ന്യൂസ്, അതന്നെ ഫ്രീ ഫ്രം പ്ലാസ്റ്റിക്, അതിന് വഴിയായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വിടുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഈ ഒരു കമ്പ്യൂട്ടർ റെക്കോർഡ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്കൂളും അതുപോലെ തന്നെ വീടും തമ്മിലുള്ള ആ ഒരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ കുട്ടികളുടെ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ ഉണ്ടെന്ന് പറയുന്നത് അല്ലെ, ഓരോ കുട്ടികളുടെ ഡീറ്റെയിൽസ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോ ആ കുട്ടിയുടെ പ്രോഗ്രസ് എന്താണ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എന്താണ് അതൊക്കെ അറിയുന്നതിനും അതുപോലെ തന്നെ വീടുമായിട്ടും പാരന്റ്സുമായിട്ടും സ്കൂളുമായിട്ടും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും പിന്നെ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഈ ഒരു കമ്പ്യൂട്ടർ റെക്കോർഡ് ഹെൽപ്ഫുൾ ആണ്.
ഓക്കെ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ച മനസ്സിലാക്കാനായിട്ട് സ്റ്റുഡന്റ് ഇവാലുവേഷൻ പ്രൊഫൈൽ ഉണ്ട് അല്ലേ? ഓക്കെ, തമന്ന അതൊന്ന് പറയണം കേട്ടോ. ഞാനിപ്പോ ഇത് നിർത്തി കഴിയുമ്പോൾ തമന്നയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. തമന്ന പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ. അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് മനസ്സിലാക്കാനായിട്ട് അവരുടെ ശാരീരികപരമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള വളർച്ച മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ പറഞ്ഞു തരാം കേട്ടോ ഈ ലെസണിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അതനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മുടെ ചാപ്റ്റർ ഫിനിഷ് ആവും. എത്ര നാളായി യുദ്ധം തുടങ്ങിയിട്ടല്ലേ? ഇന്നാണ് അവസാനിക്കുന്നത്. ഓക്കെ, തമന്ന പറഞ്ഞോളൂ കേട്ടോ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. നേരത്തെ നമ്മൾ ഈ സ്റ്റുഡന്റ് ഇവാലുവേഷൻ പ്രൊഫൈല് നേരത്തെയും പറഞ്ഞല്ലോ ഒരു ഇതില്. അപ്പൊ അപ്പോഴേ ഞാനിതിങ്ങനെ ഓർത്ത് എന്റെ കയ്യിലുള്ളത് മോന്റേതാണ്. എന്റെ മോന്റേതാണ്. അതായത് ഞങ്ങളുടെ സ്കൂളിലെ പ്രീ സ്കൂളിലെ കുട്ടികൾക്കുള്ളത്. ഇത് ഫിസിക്കലി മാനുവൽ ആണ് കേട്ടോ. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു തരാം. കാണാവോ? ഇത് മാനുവൽ ആയിട്ടുള്ള ഒരെണ്ണം. പിൻ ചെയ്യട്ടെ. ഓക്കെ, ഇത് മാനുവൽ ആയിട്ടുള്ളതാണ്. ഇത് തന്നെ സിസ്റ്റത്തിലും ഉണ്ട് കേട്ടോ. ഇതാണ് കൂടുതലും നമ്മൾ പേരൻസിനും കൂടെ സ്കൂളിൽ നിന്ന് അവർ തന്നു വിടുന്നതാണ് സ്റ്റുഡൻസ് ഇവാലുവേഷൻ പ്രൊഫൈല്. ഫസ്റ്റ് ഇപ്പൊ എന്റെ മോന്റെ ഫോട്ടോ ആണ്, പേര്, അവർ ഏത് ക്ലാസ്സിലാണ്, LKG ആണെങ്കിൽ അങ്ങനെ തൊട്ട് ഫസ്റ്റ് നമ്മുടെ കുട്ടിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, നമുക്ക് അറിയുന്ന കാര്യം തന്നെ, പേഴ്സണലി ഉള്ള കാര്യം. പിന്നെ എന്താണ് ഒരു ടീച്ചർ നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ കൊടുക്കേണ്ടതാണ്. അവിടെ ഹാബിറ്റ്സ്, ശീലങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. ഇപ്പൊ നഖം കടിക്കുന്ന നഖം, അതേപോലെ കുറെ ഐസ്, നോസ്, പല പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഫിസിക്കലി ഉള്ളതൊക്കെ നമ്മൾ ഇവിടുന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാനാ പറഞ്ഞത്. സ്കൂളിൽ നോക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ എന്താ പറയാ, ഇവരുടെ ആക്ടിവിറ്റീസ്, ഇവരെങ്ങനെയാണ് അവിടെ ഓരോ സബ്ജക്ട്സ് പഠിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇസ്ലാമിക് സ്കൂളായിട്ട് കണ്ടോ, ഹോളി ഖുർആൻ ഉണ്ട്. അപ്പൊ അതിനൊരു ഫുൾ പേജ് കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെ റിസൈറ്റ് ചെയ്യും, അതേപോലെ എങ്ങനെ അവരെ കണ്ടോ ഖുർആൻ കേട്ട് പാരായണം ചെയ്യുന്നത്, ലിസണിങ് ആൻഡ് റിസൈറ്റിംഗ് ഖുർആൻ, അതേപോലെ എങ്ങനെയാണ് ബൈഹാർട്ട് ചെയ്യുന്നത്. അവിടെ ടിക്ക് ചെയ്യാനുള്ള കുറെ ഇവാലുവേഷൻ കോളംസ് കൊടുത്തിട്ടുണ്ട്. ടീച്ചേഴ്സിന് ചെയ്യാനാണ്. വെരി ഗുഡ് ആണോ, സാറ്റിസ്ഫാക്ടറി ആണോ, ബിലോ ആവറേജ് ആണോ, അതേപോലെ അങ്ങനെ ഓരോ ലെവൽസ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. നമുക്കിതിപ്പോ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം കുട്ടികൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം എന്തിലൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ കുട്ടിയുടെ കണ്ടോ ജി കെ അതിനൊരു കോളം ഉണ്ട്. അതേപോലെ അവരുടെ മാത്സ് എങ്ങനെയാണ്, ഓരോ സബ്ജക്റ്റിനും കൊടുത്തിട്ടുണ്ട്. മാത്സ്, GK, പിന്നെ ഇത് സ്കൂളിനെ കുറിച്ച് അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഗെയിം, പ്ലേ, സ്പോർട്സ്, നമ്മൾ നേരത്തെ പഠിച്ച സ്പോർട്സ്, പ്ലേ കണ്ടോ, അവരുടെ കളികളുടെ അവരുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്, പിന്നെ അവരുടെ മാഗസീനിൽ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും മൊത്തം ഈ ഒറ്റ ഒരു സ്റ്റുഡൻസ് ഇവാലുവേഷൻ പ്രൊഫൈലിൽ കിട്ടും. ഇത് നമുക്ക് പേരൻസിനും ടീച്ചേഴ്സിനും യൂസ്ഫുൾ ആണ്. അവരവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കും. നമുക്കും ഇതേപോലെ വീട്ടിൽ നമ്മുടെ കുട്ടി ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണോ, എന്തെങ്കിലും സജഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണോന്ന് ഈ ഒരൊറ്റ ഇതിൽ നിന്ന് വ്യക്തമാണ്. ആ ഒരു ഇതെന്ന് വെച്ചാൽ 3 വർഷം. അപ്പം ഇതാണ് എനിക്ക് അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കുവാണ്. 5-ാമത്തെ പോയിന്റും നേരത്തെ നമ്മൾ പഠിച്ച ആ പോയിന്റും ഇതാണ് സ്റ്റുഡൻസ് ഇവാലുവേഷൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ടീച്ചറിനും യൂസ്ഫുൾ ആണ്, പേരന്റിനും യൂസ്ഫുൾ ആണ്. ഇതിപ്പോ സിസ്റ്റത്തിലും ഉണ്ട്, നമ്മുടെ സ്കൂളിലെ കമ്പ്യൂട്ടറിലും ഇതുണ്ട്. കുട്ടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു ഫസ്റ്റ് എക്സാമിനൊക്കെ ഇപ്പൊ ആളിപ്പോ വീക്ക് ആണെന്ന് വിചാരിച്ചു, നമുക്ക് അടുത്തതിൽ നമുക്ക് മാക്സിമം കൊടുക്കേണ്ട ഇമ്പ്രൂവ്മെന്റ് പേരൻസിനും ടീച്ചേഴ്സിനും ഒരേപോലെ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉറപ്പായിട്ടും കുട്ടികളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതുപോലുള്ള സ്റ്റുഡൻസ് ഇവാലുവേഷൻ പ്രൊഫൈലിൽ. താങ്ക് യു. Then next, last topic ആണ്, ലാസ്റ്റ് പോയിന്റ്, മെയിൻ്റനൻസ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ്. റീഡ് ചെയ്യട്ടോ.
ഓക്കെ, ഫാത്തിമ ഷിമീർ വായിച്ചോ? ഓക്കെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ഇതിനകത്ത് സ്കൂൾ റെക്കോർഡ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് ലിസ്റ്റ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഏതൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. സെക്കൻഡ്, പെർട്ടിക്കുലേഴ്സ്. അതിൽ എല്ലാ രജിസ്റ്ററിൻ്റെയും കവർ പാർട്ടിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളതാണ് പെർട്ടിക്കുലേഴ്സിൽ പറയുന്നത്. സ്കൂളിന്റെ നെയിം, സീരിയൽ നമ്പർ ഓഫ് രജിസ്റ്റർ, നെയിം ഓഫ് ദ രജിസ്റ്റർ, അത് എന്ത് രജിസ്റ്റർ ആണ്, അറ്റൻഡൻസ് രജിസ്റ്റർ ആണോ ലീവ് രജിസ്റ്റർ ആണോ ആ രജിസ്റ്ററിന്റെ നെയിം, അതുപോലെ നമ്പർ ഓഫ് ദ വോളിയം, ദ നമ്പർ ഓഫ് പേജസ് ഇൻ ദ വോളിയം ആൻഡ് ഡേറ്റ്സ് ഓൺ വിച്ച് ദ വോളിയം വാസ് ഓപ്പൺഡ്. ഓരോ രജിസ്റ്ററും ഏത് സമയത്താണ് ഓപ്പൺ ചെയ്തതെന്നുള്ള ആ ഡേറ്റും അതിന്റെ നമ്പറും, എത്രാമത്തെ വോളിയത്തിൽ നിന്ന് എടുത്ത രജിസ്റ്റർ ആണെന്നുള്ള ആ നമ്പറും കൂടെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. നെക്സ്റ്റ്, പേജസ്. When a registry is opened, the page should be numbered consecutively, either in red or with a numbering machine. ഒന്നില്ലെങ്കിൽ നമ്പറിംഗ് മെഷീൻ വെച്ചോ അല്ലെങ്കിൽ റെഡ് ഇങ്ക് യൂസ് ചെയ്തോ ഓരോ പേജസിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. രജിസ്ട്രേഷൻ ഷുഡ് ബി പ്രിസർവ്ഡ് ടൈഡി. രജിസ്റ്റർ ബുക്കിന്റെ രജിസ്ട്രേഷൻ വളരെ ടൈഡി ആയിട്ട് വേണം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റിംഗ് ആൻഡ് ഫിഗറിംഗ് ഷുഡ് ബി സച്ച് ആസ് വിൽ ഗിവ് ആൻ അറൈവൽ ടു ദി എൻട്രീസ്. ഓരോ എൻട്രീസിന്റെയും അറൈവലിന് പറ്റിയ രീതിയിലായിരിക്കണം അതിലെ എഴുത്തുകൾ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. ഫിഗേഴ്സ് മസ്റ്റ് നോട്ട് ബി ജോയിൻഡ്. എഴുതുമ്പോൾ നമ്പേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് എഴുതാൻ പാടില്ല. രജിസ്റ്റർ ഷുഡ് നോട്ട് ബി ഫോൾഡഡ് ടു ദി പെർമിറ്റഡ് ക്രംബ്ലിംഗ്. ക്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് ആ മടക്കുന്ന രീതി അതേപോലെ തന്നെ മടക്കി വെക്കാനായിട്ട് ശ്രമിക്കണം, അല്ലാതെ ചുരുട്ടി ഇത് ചെയ്യാൻ നിൽക്കരുത്. ഓവർ റൈറ്റിംഗ് ഷുഡ് നോട്ട് ബി പെർമിറ്റഡ്. ഒരു കാര്യം എഴുതി അതിന്റെ മുകളിൽ വേറൊരു കാര്യം എഴുതരുത്, ഓവർ റൈറ്റിംഗ് ചെയ്യരുത്. എൻട്രീസ് ഷുഡ് ബി കൗണ്ടർ സൈൻഡ് ബൈ ദ പ്രിൻസിപ്പൽ. എല്ലാം ചെക്ക് ചെയ്തിട്ട് എൻട്രീസ് ചെക്ക് ചെയ്തിട്ട് അത് പ്രിൻസിപ്പലിനെ കൊണ്ട് കൗണ്ടർ സൈനിങ് ചെയ്യിക്കണം. എ ന്യൂ വോളിയം ഓഫ് എ രജിസ്റ്റർ ഷുഡ് നോട്ട് ബി ഓപ്പൺഡ് എവറി ഇയർ. എല്ലാ ഇയറിലും പുതിയ വോളിയം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇഫ് ദ പ്രീവിയസ് വോളിയം കണ്ടെയ്ൻ സം ബ്ലാങ്ക് പേജസ്. പഴയ വോളിയം നമ്മൾ എടുത്ത രജിസ്റ്ററിൽ ബ്ലാങ്ക് പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് യൂസ് ചെയ്യാതെ വേറെ പുതിയൊരു രജിസ്റ്റർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. Whenever a fresh blank page is put into use, a remark on the fly sheet of the book that previous volume has been fully used and lodged in the records should be recorded, and the date from which the new register is used, the number of pages it contains should also be noted therein. എപ്പോഴാണോ നമ്മൾ പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ള ബ്ലാങ്ക് പേജ് ഉള്ള ഒരു വോളിയം എപ്പോഴാണോ എടുക്കുന്നത് അപ്പൊ പഴയ വോളിയം എന്നാണ് തിരിച്ചു വെക്കുന്നത് എന്നുള്ളതും അത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ പുതിയ രജിസ്റ്റർ തുടങ്ങിയാണ് യൂസ് ചെയ്യുന്നത് അതിൽ എത്ര പേജസ് ഉള്ള റെക്കോർഡ് ബുക്കാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതും കംപ്ലീറ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ? ഈസി അല്ലേ?
ഓക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ. ഓക്കെ ആണോ? പറയണോ ഞാൻ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഇട്ട് ഞാൻ പെൻ എടുത്തിട്ട് തരട്ടെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു മിനിറ്റ്. ഒരു കാര്യം ചോദിക്കട്ടെ, അത് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് ഈ ചാപ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല മാം. കുഴപ്പമില്ല. മനസ്സിലാവും അല്ലേ? പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ? ഓക്കെ. തസ്നയുടെ കുട്ടിയാണോ? മിസ്സിനെ കണ്ടപ്പോ മിസ്സേന്ന് വിളിക്കാൻ തോന്നിട്ട് വിളിച്ചത്. ഞാൻ മിസ്സേന്ന് വിളിക്കാൻ പറഞ്ഞു. മിസ്സേന്നാണല്ലേ വിളിച്ചത്? വാവേ എന്തെടുക്കുവാ? ഹലോ, പഠിക്കണോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? നഴ്സറിയിലാണോ? ഭക്ഷണം കഴിച്ചോ? ഉമ്മി ക്ലാസ്സിലല്ലേ? അയ്യോ, അമ്മ ഇത്രയും നേരം കൊച്ചിനെ പട്ടിണിക്ക് ഇരുത്തിയൊക്കെയാണോ? വൈകുന്നേരം ചായ കുടിച്ചതാണോ? അയ്യോടാ, വിശക്കുന്നില്ലേ മാവിക്ക്? ഇത്രയും നേരമായില്ലേ? 8:15 ഉപ്പുമാവ് കഴിച്ചായിരുന്നു വൈകുന്നേരം. അപ്പൊ പിന്നെ ഇപ്പൊ വിശക്കുണ്ടാവൂല. കൊച്ചിന് നേരത്തെ ഭക്ഷണം കൊടുക്കണം കേട്ടോ തസ്നി, PG ക്ലാസ്സിൽ കയറുന്ന ദിവസം. ഓക്കെ, വാവ അത്രയും നേരം അല്ലെങ്കിൽ വിശന്നിരിക്കണ്ടേ? ഞാൻ വൈകുന്നേരം 7 മണിയൊക്കെ ആയപ്പോ ഉപ്പുമാവ് ഉണ്ടാക്കിട്ട് അത് അവള് കഴിച്ചായിരുന്നു. കൊടുത്തല്ലേ? അപ്പൊ കുഴപ്പമില്ല. വൈകുന്നേരമൊക്കെയാണ് കുഞ്ഞ് 4 മണിക്ക് 5 മണിക്കൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് 7 മണിയായപ്പോഴാ കൊടുത്തേ. ഓക്കെ ഓക്കെ. ഉപ്പുമാവ് തിന്നല്ലേ? ഓക്കെ, ഉപ്പുമാവും കട്ടൻ ചായയും കുടിച്ചോ? ഉപ്പുമാവും പാലും തിന്നു. ഉപ്പുമാവും പാലും ഓക്കെ ഓക്കെ. ടാറ്റ മാവേ. ടാറ്റ ടാറ്റ. എന്നെ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ പറയുന്ന പോയിന്റ്സുകൾ മാത്രമല്ല പഠിച്ചു വെക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിക്കണം. ഇതിനെക്കുറിച്ച് ഒരു ഓവറോൾ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ മിസ് പറഞ്ഞതാണല്ലോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ അത് മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ധാരണ പാടില്ല. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം.
എന്നാലും നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ആ ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ അത് എക്സാമിന് പഠിക്കുമ്പോൾ ഒരിക്കലും അത് കവർ ചെയ്യാതെ പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിനകത്ത് ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനില് ഓഡ്വേ ടെഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ കുറിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അദ്ദേഹം അഡ്മിനിസ്ട്രേഷനെ 5 ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്കോപ്പ് ഓഫ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ, അത് പ്രൊഡക്ഷൻ, അഷ്വറിംഗ് പബ്ലിക് യൂസ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, പേഴ്സണൽ ആൻഡ് കോർഡിനേഷൻ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് കേട്ടോ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. Then personal important ആണ്. Personal. Then pupils. Scope of aspects pupils. Then അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഹെഡ് മാസ്റ്റർ. കേട്ടോ, പേജ് നമ്പർ 38. പേജ് നമ്പർ 38. The next one, the teacher. Page number 39. Then good school environment. Good school environment. Page number 39. The next one, page number 41. To eradicate indiscipline, G.K. Bondsley. G.K. Bondsley ne kurichu avade ezhudittunde 1964 National Discipline Scheme. കേട്ടോ. 41. To eradicate indiscipline, G.K. Bondsley started the National Discipline Scheme in 1964. Okay. Punjab, Gujarat, Maharashtra, Uttar Pradesh, Delhi and Madhya Pradesh. കാണുന്നുണ്ടല്ലോ? Okay. The next one. Practical measure for school management. Page number 46. അത് മൊത്തം കേട്ടോ. അത് എല്ലാരും വേണം. പേജ് നമ്പർ എത്ര മാം? 46, 47. 46 and 47. Practical measure for school management. മിസ് അതിന്റെ ഡീറ്റെയിൽഡ് പാരഗ്രാഫ്സ് അതെ നോക്കണം, എല്ലാരും നോക്കണം കേട്ടോ.
The next one, need of school records. Need of school records. Page number 48. ഈ പോയിന്റ് എന്തായിരുന്നു മിസ്? എന്താണ് പോയിന്റുകൾ നോക്കണം നിങ്ങൾ കേട്ടോ. നീഡ് ഓഫ് സ്കൂൾ റെക്കോർഡ്സ് മൊത്തം വായിക്കണം. Then objective of school records കേട്ടോ. Page number 49. Objective of school records. എല്ലാരും ഇമ്പോർട്ടന്റ് ആണിത് നോക്കുമ്പോ. ഓക്കെ, ബാക്കിയൊക്കെ വായിക്കുക കേട്ടോ. എല്ലാരും നമുക്ക് വിടാനായിട്ടൊന്നുമില്ല. ക്യാഷ് ബുക്ക് ചോദിക്കാം, സ്റ്റുഡൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കാം, ചോദിക്കാം, സ്കൂൾ കലണ്ടർ, അഡ്മിഷൻ രജിസ്റ്റർ, അതുപോലെ സ്കൂൾ റെക്കോർഡുകൾ എത്ര ടൈപ്പ് ആണ്, ജനറൽ റെക്കോർഡ്, ഫിനാൻഷ്യൽ റെക്കോർഡ്, അതൊക്കെ ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞത് പേജ് നമ്പർ 49 വരെയാണ് അല്ലെ. 49 പറഞ്ഞു. 49 തൊട്ട് 50, ഒരു സെക്കൻഡ്, 55 വരെ നോക്കുക. ഓക്കെ, അത് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ്സില് അതിന്റെ നേച്ചർ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ചോദിക്കാൻ ഇടയില്ല കേട്ടോ. നേച്ചർ ഓഫ് ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് ഉണ്ടല്ലോ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്താണെന്ന് ചോദിക്കാം, നേച്ചർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ പേജ് നമ്പർ 57 സ്റ്റോക്ക് രജിസ്റ്റർ എക്യുപ്മെന്റ്, പിന്നെ സർവീസ് ബുക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സർവീസ് ബുക്ക് എന്താണെന്ന് ഇപ്പൊ ഒരൊറ്റ സെന്റൻസ് ആക്കി ചോദിക്കുള്ളൂ. എന്താണ് സർവീസ് ബുക്ക്? ഡാഷ് ഈസ് സർവീസ് ബുക്ക്, എന്താണ് അതിനകത്ത് പറയുന്നത്? അപ്പോ ഓവറോൾ അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഡയറി, അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ടീച്ചേഴ്സ് ഡയറി. ദെൻ വിഡ്രോവൽ രജിസ്റ്റർ, Then last one, data entry of students' records in computer. അതിനകത്ത് അഡ്മിഷൻ ഓഫ് ദി സ്റ്റുഡൻസും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ചോദിക്കാനായിട്ട് ഇടയില്ല. ആ ഒരു ഡാറ്റ എൻട്രി സ്റ്റുഡൻസ് റെക്കോർഡ്സ് ഇൻ കമ്പ്യൂട്ടർ എന്താണ്, അതായത് നമ്മള് കമ്പ്യൂട്ടറിൽ ശേഖരിക്കുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പൊ കമ്പ്യൂട്ടർ റെക്കോർഡ് എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും വായിക്കണം. മിസ് ഇത് പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് മാത്രം പഠിക്കാനിരിക്കരുത്. ചിലപ്പോ വേറെയും ചോദ്യങ്ങൾ വരാം. അപ്പൊ മിസ് അന്ന് പറഞ്ഞു അത് മാത്രം പഠിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് ഞാൻ അത് മാത്രം പഠിച്ചുള്ളൂ, വേറെ ഭാഗങ്ങൾ നോക്കിയില്ല. അപ്പൊ ആ ഒരു ഇത് പറയരുത്. ചിലപ്പോ ഞാൻ പറയാത്ത ഭാഗങ്ങളിൽ നിന്ന് ചിലപ്പോ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എല്ലാരും വായിച്ചിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു കാര്യം വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റോക്ക് രജിസ്റ്ററിനെ കുറിച്ചിട്ടാണ് വായിക്കുന്നതെങ്കിൽ എന്താണ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് മോക്ക് ടെസ്റ്റും കൂടെ ഒന്ന് തരുമോ? ആ മോക്ക് ടെസ്റ്റ് ഞാൻ തന്നേക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ മോക്ക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, നാളെ ഇടില്ല, മിക്കവാറും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും കേട്ടോ, തിങ്കളാഴ്ച ആയിരിക്കും ഇടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്.
സാറ്റർഡേ ഞാൻ ക്ലാസ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പകൽ സമയമാണ്. ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ? തമന്ന സ്കൂളുണ്ട്, അന്ന് വർക്കിംഗ് ഡേ. സാറ്റർഡേ വെക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? പ്രശ്നമില്ലല്ലോ? ഏകദേശം ടൈം ഒന്ന് പറയാൻ കഴിയും? ടൈം 3 മണി തൊട്ട് 4:30 വരെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ടൈം കുഴപ്പമില്ല, 3 തൊട്ട് 4:30. രാവിലെ അല്ല കേട്ടോ. രാത്രി നമുക്ക് 3 മണി തൊട്ട് 4:30 വരെ പ്രശ്നമില്ലല്ലോ? ഇല്ല. ഓക്കെ ഓക്കെ, 3:30 വരെ ഉണ്ടല്ലേ? ഓക്കെ. നമുക്ക് രാത്രി ഇവിടെ കുറച്ച് ഒരു പ്രശ്നമുണ്ട് രാത്രി വരുന്നതില് ശനിയാഴ്ച. അതുകൊണ്ടാണ് പകല് വെക്കാന്ന് വിചാരിച്ചു. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒന്നും ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ, നമ്മുടെ ക്ലാസ് നീങ്ങില്ല, അതുകൊണ്ടാ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ റെക്കോർഡ് ക്ലാസ് എന്തായാലും കാണാം കേട്ടോ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും കേട്ടോ. ക്ലാസ് ഉണ്ടെങ്കിൽ ടൈം നിങ്ങൾ എന്തായാലും അറിയിക്കും. എന്തെങ്കിലും മാറ്റം ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ക്ലാസ് ഇല്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇന്നിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് വെക്കണം എന്നുള്ളതേ. അപ്പോ പറഞ്ഞതാണ്, ഈ ടൈം എന്നോട് ചോദിച്ചപ്പോ ഞാൻ ടൈം പറഞ്ഞതാണ് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് പറ്റാവുന്നവര് കയറുക, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കയറിയാൽ മതി. ഓക്കെ, ചിലപ്പോ എന്തെങ്കിലും മാറ്റം വരുന്നാൽ ഇല്ലാതിരുന്നാലോ അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ, മഴയൊക്കെ ആണെങ്കിൽ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും നാളെ ഇൻഫോർമേഷൻ വരും കേട്ടോ, ക്ലാസ് ഉണ്ടെങ്കിൽ. ഓക്കെ, നാളെയോ മറ്റന്നാളോ എന്തായാലും വരും. അപ്പൊ അത് നോക്കിയിരിക്കുക. അപ്പോ നമ്മള് നെക്സ്റ്റ് ക്ലാസ്സില് സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുക. സ്കൂൾ ഇൻസ്പെക്ഷൻ. ഓക്കെ, യൂണിറ്റ് 6. അപ്പൊ എല്ലാവരും തന്നെ നന്നായിട്ട് വായിക്കുക ഈ ചാപ്റ്റർ. സൺഡേ അതുപോലെ തന്നെ സാറ്റർഡേക്ക് സമയം കിട്ടുവാണെങ്കിൽ നന്നായിട്ടിരുന്ന് വായിക്കുക. കൂടുതൽ പേജുള്ള ചാപ്റ്റർ ആണ്, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാപ്റ്ററുമാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാനായിട്ടും പറ്റും. അപ്പൊ ഉള്ള സമയത്തിരുന്ന് എല്ലാവരും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.